Hi all, let us continue with the last class. In the last class, we have discussed the main postulates of valence bond theory and also some structures of coordination complexes by using this valence bond theory and it's calculate its magnetic property, that is diamagnetic or paramagnetic and all. And last we conclude with the limitations of valence bond theory. That is, it cannot explain the color spectra of coordination complexes, and also it cannot explain why certain complexes are why for coordinated complexes are certain complexes are tetrahedral and others are square planar, and also in the case of six coordinated complexes why certain complexes are inner orbital complexes and others are outer orbital complexes, and also it cannot explain the orbital contribution to magnetic moment. That's all about the limitations of valence bond theory, and for overcoming these limitations, a new theory is developed, that is crystal field theory. Okay, this crystal field theory is developed by H. Bethe and V. Black, and it is more successful in explaining the bonding and properties of coordination compounds than valence bond theory. വാലൻസ് ബോണ്ട് തിയറിനേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും ബോണ്ടിങ്ങും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ഓക്കെ, and according to crystal field theory, the metal ion is treated as pure positive ion. That is, metal ion is treated as a pure positive charge. That is, pure positive charge means it is treated as a cation, and the ligands are surrounding the metal ion is treated as a negative charge. That is, we know that the ligands are base or means negative ions or neutral molecules having lone pair of electrons. So എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത് സെൻട്രൽ മെറ്റൽ അയോണിനെ, അതൊരു പോസിറ്റീവ് ചാർജ് അയോൺസ് ആണ്, നമുക്കറിയാം കാറ്റിയോൺ ആണ് സെൻട്രൽ മെറ്റൽ അയോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സെൻട്രൽ മെറ്റൽ അയോണിനെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടും ഒരു പോയിന്റ് ഡൈപോൾ പോസിറ്റീവ് അയോൺ ആയിട്ടും അതിൻ്റെ ചുറ്റുമുള്ള ലിഗാൻസിനെ നെഗറ്റീവ് ചാർജും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെച്ചാൽ ലിഗാൻസ് എന്ന് പറയുന്നത് ന്യൂട്രൽ മോളിക്യൂൾ ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. അതുകൊണ്ട് സെൻട്രൽ മെറ്റൽ അയോണിനെ പോസിറ്റീവ് ചാർജ് ആയിട്ടും ലിഗാൻസിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് അത് രണ്ടും തമ്മിലുള്ള അട്രാക്ഷൻ, ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഓർ അയോണിക് ഇൻട്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ കോമ്പൗണ്ട്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്യൂർലി അയോണിക്. ഓക്കെ, അതേപോലെ തന്നെ ലിഗാൻസ് മെറ്റൽ അയോണിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റലിലുള്ള ഡി ഇലക്ട്രോൺസും മെറ്റലിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിലുള്ള ഡി ഇലക്ട്രോൺസും ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസും തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് റിപ്പൽസീവ് ഫോഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഓഫ് ദി മെറ്റൽ കാറ്റയോൺ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു CFT, when ligand approaches the central metal ion, there is a repulsive force between the electrons of the central metal ion and the electrons of the ligands. There occurs the splitting of metal d orbitals. മെറ്റലിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസ് 3D 4D അല്ലെങ്കിൽ 5D ഓർബിറ്റൽസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രാൻസിഷൻ മെറ്റൽസ്. അപ്പോൾ ഈ ലിഗാൻഡ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റലിൻ്റെ ഇലക്ട്രോൺസും ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസും തമ്മിൽ ഒരു റിപ്പൽഷൻ സംഭവിച്ചിട്ട് മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് പല പല പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ് ഈ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അതിൻ്റെ കളറും സ്പെക്ട്ര ഒക്കെ വെച്ചിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ CFT ആണ് ഇങ്ങനൊരു സ്പ്ലിറ്റിംഗ് കാര്യം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം മെറ്റലിൻ്റെ ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസിലും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു ഓവർലാപ്പും അവിടെ സംഭവിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് മെയിനായിട്ട് CFTയെ പറ്റി പറയാനുള്ളത്.
That is ഒരു പ്യുവർ മെറ്റലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ദീസ് ഡി ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്. ദാറ്റ് മീൻസ് ഈ 5 ഡി ഓർബിറ്റൽസിനും ഈക്വൽ എനർജി ആയിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സസ് the degeneracy of the d orbital is destroyed. That means d orbitals are splitted. Okay, the crystal field theory യുടെ main postulates or assumptions ഞാൻ one by one ആയിട്ട് പറയാം. The first one is this theory considers a complex as a combination of central ion and it is surrounded by an electrical dipole that is called ligands, and the CFT regards these ligands as point charges or as point dipoles. ഒന്നാമത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്നത് സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് ഉണ്ട്. നമ്മൾ VBTയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലിഗാൻസ് ഉണ്ട്. പക്ഷേ ലിഗാൻസിനെ പോയിന്റ് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് സെൻട്രൽ മെറ്റൽ അയോണിനെ ഒരു പോയിന്റ് മീൻസ് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടും ലിഗാൻസിനെ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് ഇവിടെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ദ മെറ്റൽ കാറ്റയോൺ ആൻഡ് ലിഗാൻഡ് എറൈസസ് ഡ്യൂ ടു ദി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ഓഫ് ദ മെറ്റൽ കാറ്റയോൺ ആൻഡ് the negative charge present on the ligand. That is the bond between the metal and the ligand is treated as purely ionic. Okay, that is bond between the metal and ligand is treated as ionic. The metal is considered as positive charge and ligand is considered as negative charge, and the bond between this positive and negative charge is purely ionic. And the third postulate is the interaction between the electrons of the cation and those of the ligand is repulsive. That is, these repulsive forces are responsible for the splitting of d orbitals of the metal cation. Okay, and the fourth postulate is the crystal field theory does not consider the overlapping between the metal orbital and ligand orbitals. Ligand orbitalum metal orbitalsum തമ്മിൽ ഒരു ഓവർലാപ്പും CFT assume ചെയ്യുന്നില്ല. And also the d orbitals which are degenerate in a free metal ion, and this degeneracy is destroyed by the approach of the ligand during the formation of a complex. ഇതൊക്കെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെറ്റലിനെ പോസിറ്റീവ് ചാർജായിട്ടും ലിഗാൻഡിനെ നെഗറ്റീവ് ചാർജായിട്ടും കൺസിഡർ ചെയ്യുന്നു. മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ അയോണിക് ക്യാരക്ടർ മാത്രമേ CFT പറയുന്നുള്ളൂ. അയോണിക് ക്യാരക്ടർ മാത്രമേ CFT പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൻ്റെ ഡീജനറസി ലോസ് ചെയ്തിട്ട് ദ ഡി ഓർബിറ്റൽസ് ആർ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് 3 പോയിന്റ് ആയിട്ട് കൊടുത്തെന്ന് മാത്രം. That is, the electron pairs on the ligands are viewed as point negative charges. They interact with the d orbitals on the central metal, and the nature of ligand and the tendency towards covalent bonding is ignored. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ മെറ്റൽ അയോണും ലിഗാൻഡും തമ്മിൽ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. ദാറ്റ് മീൻസ് കോവലന്റ് ബോണ്ടിങ്ങിന് സാധ്യതയില്ല എന്നാണ് CFT പറയുന്നത്. ഓക്കെ, അപ്പോൾ CFT എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം മെറ്റലിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് d ഓർബിറ്റൽസ് ആണ്, 3D ഓർബിറ്റൽസ്. ആ ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് CFT മെയിൻ ആയിട്ട് പറയുന്നത്. ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് d ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് പറയണമെങ്കിൽ ആദ്യം d ഓർബിറ്റൽസിൻ്റെ ഷേപ്പിലേക്കൊന്ന് വരാം. d ഓർബിറ്റൽസ് നമുക്കറിയാം 5 d ഓർബിറ്റൽസ് ആണുള്ളത്. dxy, dyz, dxz, അതേപോലെ തന്നെ dx² - y² ആൻഡ് dz². dxy, dyz ആൻഡ് dxz എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ dyz എന്ന് വെച്ചാൽ ഒരു ആക്സിസ് വൈയും മറ്റേ ആക്സിസ് സെഡും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദീസ് ലോബ്സ് ആർ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ആക്സിസ് ആണ് dyz. ദാറ്റ് ഈസ് വൈ ആക്സിസിൻ്റെയും z ആക്സിസിൻ്റെയും ഇടയിലാണ് dyz ഓർബിറ്റൽ ഉള്ളത്.
along the axis അല്ല, in between the axis ആണ്. ആ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡി എക്സ് സെഡ് എന്ന് പറയുന്നത് എക്സിൻ്റെതും സെഡിൻ്റെയും ഇടയിലായിട്ടാണ് ഡി എക്സ് സെഡ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ആക്സിസിലും ഇത് ഓറിയൻറ്റ് ചെയ്യുന്നില്ല, ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ഡി എക്സ് സെഡും. അതേപോലെ തന്നെ ഡി എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ ഇൻ ബിറ്റ്വീൻ, ദാറ്റ് ഈസ് ഡി എക്സ് വൈ. നേരെ മറിച്ച് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അലോങ് ദി ആക്സിസ് ആണ് ദീസ് ലോബ്സ് ആർ ഓറിയന്റഡ്. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പം പ്രത്യേകം നോട്ട് ചെയ്യുക, എക്സ് ആക്സിസിൽ തന്നെ ഓറിയന്റ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ തന്നെ ഡി സെഡ് സ്ക്വയർ ആണെങ്കിലും അങ്ങനെ തന്നെ അലോങ് ദി ആക്സിസ് ആണ്. ഈ സെഡ് ആക്സിസിൽ തന്നെയാണ് രണ്ട് ലോബും ഉള്ളത്. എന്ന് വെച്ചാൽ ഡി എക്സ് വൈ, ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് സെഡ് ഇസ് ഓറിയന്റഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആൻഡ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ ആർ ഓറിയന്റഡ് along the axis. അതാണ് ഇവിടെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ ദ കേസ് ഓഫ് ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ് നോക്കാം. ഫസ്റ്റ് ഒക്ടഹെഡ്രൽ കോംപ്ലക്സസിൽ എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ്. ദാറ്റ് മീൻസ് ഈ 4 ലിഗാൻഡും ഒരേ പ്ലെയിനിലും one ligand is above the plane and one ligand is below the plane. This is an octahedral complexes. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒക്ടഹെഡ്രൽ കോംപ്ലക്സസിൻ്റെ 3 ആക്സിസ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, ഇതിൽ നോക്കുന്ന സമയത്ത്, ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ലിഗാൻസും ഈ ഒരു സെൻറ്ററിലുള്ളത് മെറ്റൽ അയോണുമാണ്. ഇതിൽ എല്ലാ ലിഗാൻസും, ഓൾ ദ 6 ലിഗാൻസ് ആർ അപ്രോച്ചസ് ടു ദ സെൻട്രൽ മെറ്റൽ അയോൺ ത്രൂ ദീസ് ആക്സിസ് അല്ലേ. എല്ലാം 6 ആണെങ്കിൽ 6 ലിഗാൻസും അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആക്സിസിൽ കൂടിയാണ്. 2 ലിഗാൻസ് സെഡ് ആക്സിസിൽ കൂടിയും 2 ലിഗാൻഡ് വൈ ആക്സിസിൽ കൂടിയും 2 ലിഗാൻഡ് എക്സ് ആക്സിസിൽ കൂടിയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലിഗാൻഡ് കംപ്ലീറ്റ് ആക്സിസിലേക്കാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ അയോണിനെ നോക്കുകയാണെങ്കിൽ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൽ നമ്മളിപ്പോൾ കണ്ടു, മെറ്റലിൻ്റെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ 3 ഓർബിറ്റൽസ്, ദാറ്റ് മീൻസ് ഡി എക്സ് വൈ, ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് സെഡ്, 3 ഓർബിറ്റലും ലൈ ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. ദാറ്റ് മീൻസ് ആക്സിസിലല്ല ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റലിലുള്ള ഓർബിറ്റൽസ് ആക്സിസിലല്ല ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 3 ഓർബിറ്റൽസ് മാത്രം, ഡി എക്സ് വൈയും ഡി വൈ സെഡും ഡി എക്സ് സെഡും എടുക്കുകയാണെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിലാണ് അല്ലേ. പക്ഷേ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അലോങ് ദ ആക്സിസ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഓർബിറ്റൽസിനെ ഒരുമിച്ച് വരച്ചതാണ്. ഇത് വെച്ചാൽ എല്ലാം സെയിം, അതിൻ്റെ സിമ്മെട്രി വെച്ചിട്ട് 2 ക്ലാസ് ആയിട്ട് 2 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. ഫസ്റ്റ് ഡി സെഡ് സ്ക്വയറിനെയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെയും ഒരുമിച്ച് ഇ ജി എന്ന് പറയുന്നത് ഡബ്ലറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇ ജി മീൻസ് ജെറാഡ്, അത് ഗ്രൂപ്പ് തിയറിയിൽ പഠിക്കുന്ന കാര്യമാണ്. ജി മീൻസ് ജെറാഡ്, അതിൻ്റെ സിമെട്രി വെച്ച് ജെറാഡാണ് ഇത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ നിന്ന് 2 ഭാഗത്തേക്കും സെയിം സിമെട്രി ആയതുകൊണ്ടാണ് ജെറാഡ്. ദാറ്റ് മീൻസ് സെയിം ഫേസ് എന്ന് പറയാം. ഇതൊരു പോസിറ്റീവ് ലോബാണ്, ഇത് പോസിറ്റീവ് ലോബാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ 2 ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും സിമെട്രി അല്ലെങ്കിൽ ഫേസ് സിമിലർ ആണ്. അതുകൊണ്ടാണ് ജെറാഡ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ യൂസ് ചെയ്തത്. ഇത് രണ്ടും ഒരേ സിമെട്രി ആയതുകൊണ്ട് രണ്ടിനെയും ഒരുമിച്ച് ഇ ജി ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് 3ഉം ഒരേ സിമെട്രി ആയതുകൊണ്ട് ഇതിനെ 3നെയും ട്രിപ്ലെറ്റ് എന്നുള്ള അർത്ഥത്തിൽ, 3 ഉള്ളത് കൊണ്ട് ട്രിപ്ലെറ്റ് എന്നുള്ള അർത്ഥത്തിൽ T2G, അതിലും ജെറാഡ് ആയതുകൊണ്ട് T2G എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ 5 ഡി ഓർബിറ്റൽസിനെ നമ്മൾ 2 സെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇ ജി ആൻഡ് T2G, and the repulsion between the ligand lone pairs and the d orbitals on the metal results in a splitting of the energy of d orbitals.
ഓക്കെ, അപ്പോൾ ഏതൊരു കേസിലും ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏത് മെറ്റൽ ഓർബിറ്റൽസിനാണോ അതിൻ്റെ അപ്രോച്ച് മീൻസ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ആ ഓർബിറ്റൽസിനായിരിക്കും റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. റിപ്പൽഷൻ കൂടുതൽ സംഭവിക്കുന്ന ഓർബിറ്റൽസിന്റെ എനർജി കൂടും. ദാറ്റ് മീൻസ് ഇറ്റ് ഡീസ്റ്റെബിലൈസ്. ഒരു റിപ്പൽഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് അതിന് എനർജി കൂടും. എനർജി കൂടുക എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കുറയാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഒക്ടഹെഡ്രൽ കേസ് എടുക്കുകയാണെങ്കിൽ, ഒക്ടഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്, എല്ലാ ലിഗാൻഡും അപ്രോച്ച് ചെയ്യുന്നത് ആക്സിസിൽ കൂടിയാണ്. XYZ ആക്സിസിൽ കൂടിയാണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ മെറ്റലിലുള്ള ഓർബിറ്റൽസിൽ, ഡി ഓർബിറ്റൽസിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ആണോ ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്ത് കിടക്കുന്നത് ആ ഓർബിറ്റൽസിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ലിഗാൻഡിന്റെ ഡയറക്ഷനിൽ ഏത് ഓർബിറ്റൽസ് ആണോ വരുന്നത് ആ ഓർബിറ്റൽസിനായിരിക്കും കൂടുതൽ റിപ്പൽഷൻ സംഭവിക്കുക. അപ്പോൾ ഒക്ടഹെഡ്രൽ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം dx² - y² dz² അലോങ് ദ ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസ്. അത് രണ്ടുമാണ് ഓർബിറ്റൽ ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. മറ്റേത് മൂന്നും ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. എന്ന് വെച്ചാൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ആക്സിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന EG ഓർബിറ്റൽസ്, ദാറ്റ് മീൻസ് EG ഓർബിറ്റൽസിനായിരിക്കും കൂടുതൽ റിപ്പൽഷൻ സംഭവിക്കുക. ദാറ്റ് മീൻസ് ദ എനർജി ഓഫ് EG ഓർബിറ്റൽസ് is increased and comparatively energy of T2G orbital is decreased. That means in between the axis orient ചെയ്തിരിക്കുന്നത് കൊണ്ട് T2G ഓർബിറ്റൽസിന് അത്രത്തോളം റിപ്പൽഷൻ സംഭവിക്കുന്നില്ല. ദാറ്റ് മീൻസ് കമ്പാരിറ്റീവ്ലി ദ എനർജി ഓഫ് T2G ഓർബിറ്റൽ ഇസ് ഡിക്രീസ്ഡ്. ദാറ്റ് ഈസ് ഫ്രീ മെറ്റൽ അയോണിന്റെ കേസിൽ ഡീജനറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഡി ഓർബിറ്റൽസിന്റെ എനർജി അല്ലെങ്കിൽ ഇതിന്റെ ഡീജനറസി ഇപ്പം ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് the d orbitals are splitted by the effect of ligands. Okay, that means d orbitals align along the octahedral axis will be affected the most. The d orbitals align along the octahedral axis will be affected the most, and more directly the ligands attacks the metal orbitals, the higher the energy of the d orbitals. ഏത് ലിഗാൻഡ് ആണോ കൂടുതൽ മെറ്റൽ ഓർബിറ്റലിനെ അറ്റാക്ക് ചെയ്യുന്നത് ആ ഓർബിറ്റൽസിന്റെ എനർജി ആയിരിക്കും കൂടുക. ആൻഡ് ഓൾസോ ഇൻ an octahedral field the degeneracy of the 5d orbital is lifted. Okay, this is the diagram of EG set orbitals, that is ligand approaches the octahedral field. ഇതിൽ നമ്മൾ octahedral complexes കാണിച്ചിട്ടുണ്ട്. അതിൽ 6 ലിഗാൻസ്, 6 ലിഗാൻസ് ചുറ്റുമുണ്ട്. എല്ലാ ലിഗാൻസും XYZ ഓർബിറ്റൽസ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മെറ്റൽ ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ മെറ്റൽ ഓർബിറ്റൽസിൽ ഇതിൽ EG മാത്രം കാണിച്ചിട്ടുള്ളൂ. EGയിൽ DZ², ഇതിനുള്ളിലുള്ള മെറ്റൽ ഓർബിറ്റൽസിൻ്റെ DZ² ആണിത്. ഇവിടുന്ന് സെഡിലേക്ക് ലിഗാൻഡ്, സെഡ് ആക്സിസിലേക്ക് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓർബിറ്റൽസിന് നന്നായിട്ട് റിപ്പൽഷൻ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്റ്റ് പൊസിഷനിലേക്കാണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് റിപ്പൽഷൻ സംഭവിക്കുന്നത് DZ²നായിരിക്കും. അതേപോലെ തന്നെയാണ് dx² - y² കാര്യം. ഇതും ഓറിയന്റ് ചെയ്തിരിക്കുന്നത് അലോങ് ദ ആക്സിസ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടാണ് XY ആക്സിസിലുള്ള ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് റിപ്പൽഷൻ സംഭവിക്കും. ഓക്കെ, ഇതാണ് EG ഓർബിറ്റൽസിന്റെ കേസ്. ഇനി ഇതാണ് T2G സെറ്റ്, ദാറ്റ് ഈസ് DXY, DYZ ആൻഡ് DXZ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇത് ഒക്ടഹെഡ്രൽ കേസിൽ തന്നെ ഇതിൽ ലിഗാൻഡ് അപ്രോച്ച് ഓർബിറ്റൽ ലൈ ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. എന്ന് വെച്ചാൽ ലിഗാൻഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഓർബിറ്റൽ വരുന്നത്. ലിഗാൻഡ് എല്ലാം ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർബിറ്റലും വരുന്നില്ല. DXY ആയാലും DYZ ആയാലും DXZ ആയാലും ഒക്കെ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്.
അതുകൊണ്ട് തന്നെ ലിഗാൻഡിന്റെ അതിന്റെ ഡയറക്റ്റ് അപ്രോച്ച് ആയിട്ട് ഒരു ഓർബിറ്റലും T2Gയിൽ വരുന്നില്ല അല്ലെ, ഇൻ ബിറ്റ്വീൻ ദ ലോബ്സ് ആക്സിസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ EGനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് T2Gക്ക് അത്രത്തോളം എന്താ പറയാ അറ്റാക്ക് വരുന്നില്ല. സോ the energy of T2G orbital is decreased due to less repulsion, and the energy of EG orbital is increased due to higher repulsion. Okay, that is the d orbital is splitted, and there is a lower energy T2G orbital and higher energy EG orbital. That means the dz square and dx square minus y square orbitals lie on the same axis as negative charges. Negative charges എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് ആയിട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജസ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. Okay, and therefore there is a large unfavorable interaction between the ligand orbitals, and these orbitals form the degenerate high energy pair of energy levels. Degenerate high energy ആയിട്ടാണ് EG orbitals മാറുന്നത്. Okay, that is the energy of metal d orbital is splitted like this. That is T2G orbitals that is not pointing directly at the axis are less affected by electrostatic interaction. That means it is stabilized. These T2G orbitals are stabilized due to decrease in energy, and the EG orbitals having high energy which is destabilized. That is d orbitals, മെറ്റലിലുള്ള d orbitals രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എനർജി കുറവുള്ള ഓർബിറ്റൽസ് ആയിട്ട് T2Gയും എനർജി കൂടുതലുള്ള ഓർബിറ്റൽസ് ആയിട്ട് EGയും. ഈ ഒരു d orbital splitting in the case of octahedral ഫീൽഡിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു d orbitals ആണ് ഇത് കാണിക്കുന്നത്. d orbitals 5 d orbitals ഡീജനറേറ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഫ്രീ അയോൺ. ഫ്രീ അയോൺ ആയിട്ടുള്ള മെറ്റൽ ഫ്രീ അയോൺ ആയിട്ടിരിക്കുന്ന കേസിലുള്ള എനർജി ഡയഗ്രാം ആണ് ഇത്. എനർജി ലെവൽ ആണ്. 5 d orbitals ഉണ്ട്. ഇതെല്ലാം സെയിം എനർജി. ഇനി ഒരു സ്ഫെറിക്കൽ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിഗാൻസിനെ ഒരു ആക്സിസിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ പിന്നെ d ഓർബിറ്റൽസിന്റെ ഷേപ്പോ ഒന്നും മെൻഷൻ ചെയ്യാതെ ഒരു സ്ഫെറിക്കൽ ഫീൽഡായിട്ട് കംപ്ലീറ്റ്ലി ഒരു സ്ഫെറിക്കൽ ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓൾ ദ d ഓർബിറ്റൽസ് എല്ലാ d ഓർബിറ്റൽസിന്റെയും അല്ലെങ്കിൽ എല്ലാ d ഇലക്ട്രോൺസിനും റിപ്പൽഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് d ഓർബിറ്റൽസിന്റെ എനർജി കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഇത് T2G ഓർബിറ്റൽസിന്റെ എനർജി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഫ്രീ മെറ്റൽ അയോണിന്റെ കേസിനേക്കാളും കുറയുന്നില്ല. ജസ്റ്റ് നമ്മൾ സ്ഫെറിക്കൽ ലിഗാൻഡ് ഫീൽഡ് ആയിട്ട് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും പറയാതെ നമ്മൾ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നെന്ന് പറയുന്ന സമയത്ത് തന്നെ പിന്നെ മെറ്റൽ മീൻസ് d ഓർബിറ്റൽസിന്റെ എനർജി കൂടുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ T2G സെറ്റ് EG സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷനും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ T2Gയുടെ എനർജി കുറവാണ് കമ്പാരിറ്റീവ്ലി, ആൻഡ് EGയുടെ എനർജി കൂടുതലാണ്. പക്ഷെ ഇത് എന്നിരുന്നാലും ഫ്രീ മെറ്റൽ അയോണിനേക്കാളും ഹയർ എനർജി തന്നെയാണ് D2Gക്കും വരുന്നത്. Okay, and also the energy of T2G orbital is less by 0.4 delta O. Here delta O means octahedral crystal field splitting. That is delta O എന്ന് മെൻഷൻ ചെയ്യുന്നത് octahedral ഫീൽഡിന്റെ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ആണ് -0.4. മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് അത് എനർജി കുറയുന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 0.4 ഡെൽറ്റ O കുറയുന്നു. അതേപോലെ തന്നെ EGയുടെ എനർജി പിന്നെ 0.6 ഡെൽറ്റ O കൂടുന്നു. That means this energy gap between this T2G and EG is called crystal field splitting energy. Crystal field splitting energy, and the splitting is called crystal field splitting. Okay. That means the energy of T2G orbital is less by 0.4 delta O, and the energy of EG orbital is higher by 0.6 delta O in the case of octahedral field. Okay. Okay, this energy gap is referred to as delta O or 10 dq. 10 dq എന്ന് പറയുന്നത് equal to delta O ആണ്, സെയിം ആണ്.
1 ഡെൽറ്റ ഒ ആണ് 10 ഡി ക്യൂ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ ഡെൽറ്റ ഒ 1 ഡെൽറ്റ ഒ എന്ന് പറയാം, അല്ലെങ്കിൽ 10 ഡി ക്യൂ എന്ന് പറയാം. 10 ഡി ക്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 0.6 ഡെൽറ്റ ഒ എന്ന് പറയുന്നതിന് പകരം 6 ഡി ക്യൂ എന്ന് പറയാം. 6 ഡി ക്യൂ, ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 ഡി ക്യൂ. അതേപോലെ തന്നെ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 ഡി ക്യൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ ടോട്ടൽ 10 ഡി ക്യൂ. 1 ഡെൽറ്റ ഒക്ക് പകരം 10 ഡി ക്യൂ എന്ന് പറയാം. ഓക്കെ, 0.6 ഡെൽറ്റ ഒ എന്ന് പറയുന്നതിന് പകരം 6 ഡി ക്യൂ, 0.4 ഡെൽറ്റ ഒ എന്ന് പറയുന്നതിന് പകരം 4 ഡി ക്യൂ. ദാറ്റ് മീൻസ് ടോട്ടൽ 10 ഡി ക്യൂ. അങ്ങനെ വേണമെങ്കിലും പറയാം. Okay, this is also known as crystal field splitting energy. It is also called crystal field splitting energy. ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 5 d orbitals, it is splitted into two sets, that is T2g and EG. T2g means 3 orbitals dxy, dyz and dxz, and EG means 2 orbitals dx square minus y square and dz square. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് മെൻ ബൈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം മെറ്റലിനെ പ്യുവർ പോസിറ്റീവ് ചാർജ് ആയിട്ടും, ദാറ്റ് മീൻസ് കാറ്റയോൺ ആയിട്ടും, ലിഗാൻഡിനെ പ്യുവർ നെഗറ്റീവ് ചാർജുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ദിസ് പ്യുവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഈസ് കൺസിഡർഡ് ആസ് അയോണിക് ബോണ്ട് ഓർ ദർ ഇസ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ബോണ്ടിങ്ങിനെ അയോണിക് ബോണ്ടായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ മെറ്റലിന്റെ ഓർബിറ്റൽസും ലിഗാൻഡിന്റെ ഓർബിറ്റൽസും തമ്മിൽ ഒരു ഓവർലാപ്പോ ഒരു ബോണ്ടിങ്ങോ കോവലന്റ് നാച്ചറോ ഉണ്ടാവുന്നില്ല. ഓൺലി ഇറ്റ് ഈസ് അയോണിക് ബോണ്ടിങ്. അതേപോലെ തന്നെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റലിന്റെ ഡി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന് റിപ്പൽഷൻ സംഭവിക്കുന്നത് കാരണം മെറ്റലിന്റെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിന്റെ ഡി ഓർബിറ്റൽസ് T2g ആൻഡ് EG രണ്ട് സെറ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഗ്രൂപ്പ് തിയറി അതിന്റെ സിമെട്രി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് രണ്ട് സെറ്റായിട്ട് പറയുന്നത്, T2g ആൻഡ് EG. ഇനി ഒക്ടഹെഡ്രലിന്റെ കേസിൽ പറയുന്ന സമയത്ത് ഏത് ഓർബിറ്റൽസിനാണോ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പം കൂടുതൽ റിപ്പൽഷൻ സംഭവിക്കുന്നത് ആ ഓർബിറ്റൽസിന്റെ എനർജി കൂടുകയും ബാക്കിയുള്ള ഓർബിറ്റൽസിന്റെ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇൻ ദ ഒക്ടഹെഡ്രൽ കേസിൽ all the ligands approaches to the central metal ion through the axis. Therefore, the axial orbitals, that means dx square minus y square and dz square, axial orbitals, the energy of axial orbital is increases, and the energy of the other orbitals, that is T2g orbitals dxy, dyz and dxz, the energy is decreases. എന്ന് വെച്ചാൽ D2g ഓർബിറ്റൽസ് ലൈ ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. അതുകൊണ്ട് അത്രത്തോളം ലിഗാൻഡിന്റെ റിപ്പൽഷൻ എഫക്ട് ചെയ്യുന്നില്ല. സോ T2gയുടെ എനർജി കുറയുകയും EGയുടെ എനർജി കൂടുകയും ചെയ്യുന്നു. ആൻഡ് ദ എനർജി ഓഫ് T2g ഓർബിറ്റൽ ഈസ് ലെസ് ബൈ 0.4 ഡെൽറ്റ ഒ ആൻഡ് ദ എനർജി ഓഫ് EG orbital is increased by 0.6 delta O, and this energy gap between this T2g and EG orbital is called crystal field splitting. That is called delta O, crystal field splitting in the case of octahedral complexes, or delta O which is equal to 10 dq. That is all about the crystal field theory, and ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.